എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേശു മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നമ്മൾ വിചാരപ്പെടരുതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറയാണ്, 6-ാം വാക്യം പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ദൈവ പൈതൽ വിചാരപ്പെടേണ്ട എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിലവുകളെ ക്രിസ്തുയേശുവിൽ കാക്കും, സൂക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന് 33-ാം വാക്യം ഇങ്ങനെ പറയാം: മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക്. എന്താണ് രാജ്യം, നീതി? ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശുവിൻ രാജ്യം ദൈവരാജ്യമാണ്. അത് ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള വലിയ സന്തോഷവും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന് വലിയ സന്തോഷകരമായ ജീവിതമുണ്ട്. ജീവിതത്തിൽ വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. ആ വിഷയങ്ങളുടെയും രോഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നുണ്ടെന്നും കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്നും എൻ്റെ ആപത്തിലും എൻ്റെ രോഗത്തിലും എൻ്റെ വലിയ പ്രയാസങ്ങളിലും യേശു എനിക്ക് മതിയായവനാണെന്ന് മുൻകാല അനുഭവങ്ങളിലൂടെ വിശ്വാസിയെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം, അല്ല വിചാരപ്പെടാൻ പാടില്ല. എന്നിട്ട് പറയാം, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ഈ അധ്യായത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ ആകുല ചിന്തയും ദൈവാശ്രയവും കൂടെ താരതമ്യം ചെയ്തുള്ള പഠനമാണ്. ആകുല ചിന്ത വരുമ്പം നമുക്ക് ദൈവാശ്രയം നഷ്ടപ്പെടുന്നു. ദൈവാശ്രയം നമ്മൾ എത്ര ശക്തമാകുന്നു, നമ്മളിൽ നിന്ന് ആകുല ചിന്ത പോകുന്നു. ദൈവം എനിക്ക് മതിയായവനാണ്, യേശു എൻ്റെ ആപത്തിലും രോഗത്തിലും മതിയായവനാണ്, എൻ്റെ വിഷയങ്ങൾക്കും മതിയായവനാണ് എന്ന് വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
അവനിൽ നിന്ന് ആകുല ചിന്ത പോകും. നാളെക്കുറിച്ചുള്ള വിഷയമേ അവൻ മാറിപ്പോവും. ഈ ലോക ജീവിതം കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പും ധൈര്യവും ആ വ്യക്തിക്കുണ്ടാവും. അവിടെ പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മുടെ ശരീരത്തെ ഓർത്തോ, നമ്മൾ ആ ശരീരത്തിൽ എന്ത് കഴിക്കും എന്ത് ഉടുക്കുമെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിചാരപ്പെടരുത്. എന്നിട്ട് പറയാം, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. എന്നിട്ട് പറയണം, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. എന്നിട്ട് പറയണം, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വിചാരപ്പെട്ടാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് പറയണം, ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അധ്വാനിക്കുന്നില്ല, നോക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. എന്ന് വെച്ചാൽ അതിലും ബെസ്റ്റായി കർത്താവ് നിങ്ങളെയും എന്നെയും പുലർത്തുമെന്ന് ഉള്ള ഉറപ്പാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ആകയാൽ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമൊന്നും അറിയുന്നല്ലോ. അപ്പനുള്ള മക്കളെ സംബന്ധിച്ചോളം അപ്പൻ അവർക്ക് വേണ്ടി കരുതുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. നമുക്ക് ഭൂമിയിൽ ചിന്തിച്ചാലും മാതാപിതാക്കൾ ഒരു പിതാവിനെ സംബന്ധിച്ചോളം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കരുതുകയാണ്. അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ്. അവർക്ക് കിട്ടുന്ന സമ്പത്തും അവർക്ക് കിട്ടുന്ന ആരോഗ്യവും അവരുടെ സൗകര്യങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. അത് സ്വർഗീയ പിതാവിൻ്റെയും ഒരു നിഴലതാണ് ഭൂമിയിൽ നാം കാണുന്ന മാതാപിതാക്കൾ. നമ്മുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് നമുക്ക് ആവശ്യമെന്ന് അറിഞ്ഞ് അതൊക്കെ ചെയ്യുകയാണ്. ഒരിക്കലും ഒരു കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടു. ആ കുഞ്ഞിനെ പാലപ്പം ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പിതാവ് ഇങ്ങനെ പാലപ്പം തലേദിവസമേ കുഞ്ഞിന് പാലപ്പം ഇഷ്ടമായിട്ട് പാലപ്പത്തിനുള്ള മാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചു. ചിക്കൻ കറി ഇഷ്ടമായതുകൊണ്ട് ചിക്കൻ മേടിച്ചല്ല ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ കുഞ്ഞ് ഉണർന്ന് വരുന്നതിന് മുമ്പേ ചിക്കൻ കറിയൊക്കെ വെച്ച് മേശപ്പുറത്ത് വെച്ചു. അപ്പം ചുട്ട് മേശപ്പുറത്ത് വെച്ചു. ഈ കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഭയങ്കര കരച്ചിലാണ്, ഇതറിയാതെ. അപ്പം വാസ്തവമായിട്ട് ഈ പിതാവ് ആ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേണേന്ന് പറഞ്ഞ് കരയും. ആ കരച്ചിലിനും കൊണ്ട് അർത്ഥമില്ല. വാസ്തവമായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വെറുതെ ആകുലപ്പെട്ട് നിരാശപ്പെട്ട് കരയേണ്ട കാര്യമില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളാൻ ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ഇനി ഒന്നിനെക്കുറിച്ചും ഒരു ദൈവത്തിൽ വിചാരപ്പെടരുത്. ചിലരിപ്പോൾ നാളെ എന്തായി തീരും, നാളെ എന്തൊക്കെയാണ് സംഭവിക്കാം, അതോർത്താ ഭാരപ്പെടുന്നു. അങ്ങനെ വിചാരപ്പെടാതെ ഇവിടെ പറയാണ്, അത് കൊണ്ട് നാളേക്കായി നിങ്ങൾ വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം. ഇന്നത്തെ കാര്യത്തിന് വേണ്ടി നാളത്തെ കാര്യം കർത്താവ് ഏറ്റവും ബെസ്റ്റായി. ഇന്ന് കർത്താവ് നടത്തിയില്ലേ, ഇന്നലെ നടത്തിയില്ലേ, ഇനിയും കർത്താവ് ബെസ്റ്റായിട്ട് നടത്തും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധ്യാനമുള്ള നാമത്തിൽ. ഇന്ന് ഞങ്ങൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഈ വചനം മനസ്സിലാക്കാനും ദൈവവചനത്തിലൂടെയുള്ള നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും ആകുല ചിന്തകൾ മാറട്ടെ. നാളേക്കായി ഒത്തിരി വിചാരപ്പെടാതെ അത് ദിവസത്തിൽ സന്തോഷത്തോടെ ദൈവരാജ്യത്തിൽ ജീവിപ്പാൻ, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, പരിശുദ്ധാത്മാവിലും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആ സന്തോഷം, ഇന്നത്തെ സന്തോഷത്തിൽ ജീവിക്കാൻ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമെന്ന് വിളിച്ചു പറഞ്ഞ് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ജീവിക്കാൻ, നാളെ ഇനി എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ
ഞങ്ങളിലുള്ള ആവശ്യമില്ലാത്ത വിചാരങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാം വന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ.